ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരു വശത്ത് ഒരൊറ്റ ക്യാപ്റ്റനേ ഉള്ളൂ. സകല ഫോട്ടോയിലും അദ്ദേഹമാണ്, സകല ബാനറിലും അദ്ദേഹമാണ്, ഫ്ലെക്സിലും അദ്ദേഹമാണ്. നൂറുകണക്കിന് പിന്നെ കുഞ്ഞു കുഞ്ഞു ചാനലുകൾക്ക് വരെ അദ്ദേഹം എന്ത് കൊടുക്കുന്നു? ബൈറ്റ് കൊടുക്കുന്നു. ഹിന്ദി ചാനൽ, മലയാളം ചാനൽ, ഇംഗ്ലീഷ് ചാനൽ, തെലുങ്ക് ചാനൽ, കന്നഡ ചാനൽ, സകലതിന് ബൈറ്റ് കൊടുക്കുന്നു. പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. എന്തൊരു ഗതികേടാണ്. MA ബേബി ഉണ്ടോ? വല്ല പ്രസ്താവന അവിടെ ഇവിടെയൊക്കെ നടത്തുന്നു എന്നുള്ളതല്ലാതെ. തോമസ് ഐസക്ക് ഉണ്ടോ? AK ബാലൻ, ബാക്കിയുള്ള ഗോവിന്ദ മാഷൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പിക്ചറിലേ ഇല്ല. സ്വരാജ് 2-3 പത്രസമ്മേളനം നടത്തി എന്നുള്ളതല്ലാതെ പിക്ചറിലില്ല. ഒരു മനുഷ്യൻ പിക്ചറിലില്ല. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ തുഴയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഭരണം ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്. അതിൻ്റെ ദോഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ ഒരു MLA പോലും ഒരു സ്ഥലത്തൊരു ഫംഗ്ഷന് പോലും, ഇപ്പം നരേന്ദ്രമോദി വരുന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോയുണ്ട്, സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയുണ്ട്. ഒരൊറ്റ സ്ഥലത്തും കേരളത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ഒന്ന് സഞ്ചരിച്ചതാണ്, ഒരൊറ്റ സ്ഥലത്തും ഇത് കാണാനില്ല. ഒരുപക്ഷെ എൻ്റെ സഞ്ചാരം ഒരു വഴിയിൽ ഒരു റോഡിലൂടെ ആയതുകൊണ്ടുള്ളതായിരിക്കാം അകത്തുള്ളത്. പക്ഷേ ഞാൻ ഒരിടത്തും പിണറായി വിജയനും അവിടുത്തെ കാൻഡിഡേറ്റുമായി ഇരിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്താണെങ്കിലോ കാറൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ അവരുടെ ഫോട്ടോ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് EMS, AKG തുടങ്ങി കൃഷ്ണപിള്ള അവരുടെ ഫോട്ടോ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് VS അച്യുതാനന്ദൻ, നയനാർ, ഇങ്ങനെയുള്ള KR ഗൗരിയമ്മ ഇവരുടെയൊക്കെ ഫോട്ടോ വയ്ക്കും. മുന്നണിയിൽ മരിച്ചുപോയവരുടെ ഫോട്ടോ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് വോട്ട് പിടിച്ചിരുന്നത്. ഇപ്പോൾ മുഴുവൻ CPM = പിണറായി വിജയൻ, LDF മുന്നണി = പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തിൻ്റെ ഫോട്ടോ പോലും അങ്ങ് വച്ചിട്ടില്ല. എന്തൊരു കഷ്ടമാണ്! എന്ത് മുന്നണിയാണ്? ബിനോയ് വിശ്വം, ജോസ് കെ മാണി, പിന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഗണേഷ് കുമാർ, ഇങ്ങനെ പല ഘടകകക്ഷികളുണ്ടല്ലോ. ഒരാളിൻ്റെ ഫോട്ടോയും ഒരിടത്തും തൊടിയിച്ചിട്ടില്ല. മുഴുവൻ തമ്പുരാൻ്റെ ഫോട്ടോ. തമ്പുരാൻ പറയും, തമ്പുരാൻ ചിന്തിക്കും, തമ്പുരാൻ നൽകും, എല്ലാം തമ്പുരാൻ. ബാക്കിയുള്ളവരെല്ലാം തമ്പുരാനെ എന്ന് പറഞ്ഞ് നിൽക്കുക എന്നുള്ളതല്ല, അടിയൻ തമ്പുരാൻ എന്ന് പറഞ്ഞ് നിൽക്കാൻ എന്നല്ലാതെ ഒരു കാര്യവും ചെയ്യാനില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സവിശേഷത എന്ന് പറയുന്നത്, ഒറ്റയ്ക്കൊരാൾ, ഒരു ഡിക്റ്റേറ്ററെ പോലെ, ഏകാധിപതിയെ പോലെ ഒറ്റയ്ക്കൊരാൾ തെരഞ്ഞെടുപ്പ് നയിക്കുന്നു. ബാക്കിയുള്ളവർ വേണമെങ്കിൽ കൂടെ പൊക്കോളുക എന്നുള്ള കൃത്യതയിലേക്ക് ഒരു പാർട്ടിയെ മോൾഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു, ഒരു മുന്നണിയെയും മോൾഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു, ഒരു ഗവൺമെൻറ്റിനെയും മോൾഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ 3 തലങ്ങളിലുള്ള 3 ഡയമെൻഷണൽ മോൾഡിംഗ് നടത്താൻ പിണറായിക്ക് കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. ഒരു അഗ്രഗണ്യൻ മാത്രമേ, പൊളിറ്റിക്കൽ ചാണക്യന് മാത്രമേ, രാഷ്ട്രീയ ചാണക്യന് മാത്രമേ കഴിയൂ. അതാണ് കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകഛത്രാധിപതികളെ സൃഷ്ടിക്കും കോർപ്പറേറ്റ് രാഷ്ട്രീയം. അവിടെ ജനാധിപത്യത്തിനോ ബഹുസ്വരതയ്ക്കോ ബഹുനേതാക്കൾക്കോ ഒരു പ്രസക്തിയുമില്ല. നേതാവ് സിംഗിളായിരിക്കും. ആ നേതാവിൻ്റെ ചുറ്റുമുള്ള PR വർക്കും മാർക്കറ്റിങ്ങും ഒക്കെ ആയിരിക്കും കൂടുതൽ നടക്കുക. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ അവിടെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ ഒക്കെ പടം കാണും. ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരാളിൻ്റെ, പിണറായി വിജയൻ്റെ അല്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ, മറ്റൊരാളിൻ്റെ ഒരു സ്പർശവും നിങ്ങൾക്കിതിൽ കാണാൻ കഴിയില്ല. കേട്ടാൽ തോന്നും സുധാകരൻ പറഞ്ഞതുപോലെ 67-ൽ അമ്പലപ്പുഴയിൽ, 57-ലോ 67-ലോ ഒക്കെ അമ്പലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച സുധാകരനെ വളർത്തിയതും 67-ലൊക്കെ തലശ്ശേരിയിൽ മാത്രം അറിയപ്പെടുമായിരുന്ന ഒരു MLA വളർത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവൂടെ എന്ന് സുധാകരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശരിയാണ്. കേരളം = CPM, CPM = പിണറായി വിജയൻ, LDF = പിണറായി വിജയൻ, LDF ഗവൺമെൻറ് = പിണറായി വിജയൻ, എല്ലാം പിണറായി വിജയൻ. അങ്ങനെ സർവം പിണറായിമയമായിട്ടുള്ള ഏക വ്യക്തിയിലേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പുറത്താണെങ്കിൽ അങ്ങനെയല്ല. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ആളുകൾ അവരിലുണ്ട്. ഇപ്പുറത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, ബാക്കിയുള്ള നേതാക്കളെല്ലാം അവർ രംഗത്തുണ്ട്. ഇവിടെ ആരുമില്ല എന്ന് മാത്രമല്ല, ആരെയും അടുപ്പിക്കുന്നുമില്ല. ഏകഛത്രാധിപതിയെ പോലെ ഒറ്റയ്ക്കോടിക്കുകയാണ് ഈ രഥം. അതുകൊണ്ട് തന്നെ വീണാൽ വലിയ വീഴ്ചയായിരിക്കും, പൊങ്ങിയാലും വലിയ ഉയർച്ചയായിരിക്കും. ഇത് കേരള സമൂഹം കാത്തിരിക്കുന്നത് വൻ വീഴ്ചയാണോ? ഒരു ക്യാപ്റ്റൻ്റെ, കപ്പിത്താൻ്റെ, കാരണഭൂതൻ്റെ വൻ വീഴ്ചയാണോ? അതോ വീണ്ടും 3ാം ടേമിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണോ? അതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് ചോദിക്കുന്ന വളരെ കൃത്യമായ ഒരു ചോദ്യം.